ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. സോ ഇന്നത്തെ ടോപ്പിക് വരുന്നത് ഫ്യൂച്ചർ ഓഫ് എ ഐ ആണ്. സോ എ ഐ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ടെക്നോളജീസ് ഇൻ ദ വേൾഡ് അല്ലെ. സോ ഹ്യൂമൻസിനെ പോലെ തിങ്ക് ചെയ്യാനും ലേൺ ചെയ്യാനും ഡിസിഷൻസ് മേക്ക് ചെയ്യാനും പ്രോബ്ലംസിന് സൊല്യൂഷൻ കാണാനും ഒക്കെ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. സോ ഫ്യൂച്ചറിൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷനിലും ഹെൽത്ത് കെയറിലും എഡ്യൂക്കേഷനിലും ഒക്കെ ഇത് കംപ്ലീറ്റ് ചേഞ്ചസ് വരുത്തും. സോ ഏതൊക്കെ ഏരിയാസിലാണ് ഫ്യൂച്ചറിൽ ഈ എ ഐ നമ്മൾ ഇമ്പാക്ട് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഹെൽത്ത് കെയറിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഫ്യൂച്ചറിൽ ഒരു എ ഐ ഡോക്ടർ അല്ലെങ്കിൽ റോബോട്ടിക് സർജറീസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ഡിസീസസ് പ്രഡിക്ഷനുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഉണ്ടായേക്കാം. അതുപോലെ എഡ്യൂക്കേഷനിലാണെങ്കിൽ സ്മാർട്ട് ട്യൂട്ടേഴ്സും എ ഐ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ സെൽഫ് ഡ്രൈവിംഗ് കാർസ് ഇതൊക്കെ ഉണ്ട്. അപ്പം സോ ഫ്യൂച്ചറിൽ അത്രയും ഇമ്പാക്ട് ചെയ്യുന്ന ഒന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇനി ഫ്യൂച്ചറിൽ ഇതിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്? ഇപ്പം ഫ്യൂച്ചറിൽ ഇത്രയും ഇത്രയും നമ്മൾ ഇമ്പാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടെന്നുള്ളത് നോക്കാം. അതായത് ഫ്യൂച്ചറിൽ ഇതൊരു നമുക്ക് ഒരു ഹെൽപ്പർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ പോലെയോ ആവാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് നമ്മുടെ ഇമോഷൻസ് എല്ലാം കംപ്ലീറ്റ്ലി ഒരു ഹ്യൂമൻ മനസ്സിലാക്കുന്നത് പോലെ ഈ ഒരു എ ഐ യൂസ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരു എ ഐക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതേപോലെ ഇപ്പം നമുക്ക് നാച്ചുറൽ ആയിട്ട് സ്പീക്ക് ചെയ്യാനും ആക്ട് ചെയ്യാനും ഒക്കെ പറ്റും. ദെൻ ഡിസിഷൻസ് ഇപ്പം ഹ്യൂമൻസിന്റെ കൺട്രോൾ ഇല്ലാതെ തന്നെ നമുക്ക് ഡിസിഷൻസ് മേക്ക് ചെയ്യാനൊക്കെ പറ്റും. സോ ഇതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫ്യൂച്ചറിൽ ഇത്രയും ഇമ്പാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ റിസ്കുകളും അല്ലെങ്കിൽ ചലഞ്ചസ് ഉണ്ടാവും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ജോബ് ലോസ് ഉണ്ടാവും. ബിക്കോസ് ഇപ്പം എല്ലാ ഏരിയാസിലും ഈ എ ഐ നമ്മളെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഏരിയാസിലേക്ക് ജോബ് ലോസ് ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. അതുപോലെ പ്രൈവസി ഇഷ്യൂസ് ഉണ്ടാവാം, ബയാസ് ആൻഡ് ഫെയർനെസ് ഉണ്ടാവും, എത്തിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവാം. സോ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ റിസ്ക് അല്ലെങ്കിൽ ചാലഞ്ചസ് എന്ന് പറയുന്നത്. ഇനി ഫ്യൂച്ചർ ട്രെൻഡ്സ്, എയിൽ വരുന്ന ഫ്യൂച്ചർ ട്രെൻഡ്സ് എന്തൊക്കെയാണുള്ളത്? ഒന്ന് എക്സ്പ്ലെയിനബിൾ എ ഐ ആണ്. അതായത് നമ്മളിപ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തിന്റെ ബേസിലാണ് ആ റിസൾട്ട് കിട്ടിയത് എന്നുള്ളത് വരെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. സോ അങ്ങനെ ആ ടൈപ്പ് ഓഫ് എ ഐ ആണ് എക്സ്പ്ലെയിനബിൾ എ ഐ എന്ന് പറയുന്നത്. ഇനി AGI അതായത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻസിനെ പോലെ തന്നെ തിങ്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് എ ഐ. അതാണ് ഹ്യൂമൻസിനെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ലേൺ ചെയ്യാനും ഡിസിഷൻസ് എടുക്കാനും ഒക്കെ പറ്റുന്ന എ ഐ ആണ് AGI എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് AI പ്ലസ് റോബോട്ടിക്സ് ആണ്. അതായത് റോബോട്ട് പ്ലസ് AI ബ്രെയിൻ. അതാണ് അതായത് കുറച്ചുകൂടെ സ്മാർട്ട് ആയിട്ടുള്ള റോബോട്ടിക്സ്. സോ ഇതാണ് ഫ്യൂച്ചർ ഓഫ് ട്രെൻഡ്സിൽ ഫ്യൂച്ചർ ട്രെൻഡ്സ് എ ഐയിൽ വരുന്നത്. ഇനിയിപ്പോൾ ഫ്യൂച്ചർ എ ഐയുടെ ഒരു കൺക്ലൂഷൻ പറയാന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ എ ഐ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫ് ഈസിയർ ആക്കാനും അതേപോലെ ഫാസ്റ്റ് ആക്കാനും സേഫർ ആക്കാനും ഒക്കെ പറ്റുന്ന ഒരു കാര്യമാണ് എ ഐ എന്ന് പറയുന്നത്. സോ എ ഐ എന്ന് പറഞ്ഞൊരു ടൂളാണ്. സോ അതുകൊണ്ട് തന്നെ അതിനെ നല്ല പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ എ ഐ വെച്ചുണ്ടാവും. സോ താങ്ക് യു.